ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല അൻസസ് വ്ലോഗ്. എന്നും നമ്മുടെ അടുക്കളയും പരിപാടിയൊക്കെ ആണല്ലോ ആദ്യം ഇൻട്രോയിൽ തന്നെ കാണിക്കുന്നത്. ഇന്ന് ദേ ഒരു കാട്ടിൻ്റെ ഇടയിലാണ് ഞാൻ ഉള്ളത് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നിറയെ റബ്ബറും ഒക്കെ ബേക്ക് സൈഡിൽ കാണില്ലേ, ആ ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോവാണെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ അന്നമ്മ ഉണ്ട്. അന്നമ്മ ഇവിടേക്ക് എന്തെങ്കിലും കാണുമ്പോൾ വേഗം ഫ്രണ്ടേ പോ. അപ്പം അന്നും ഉണ്ട് കേട്ടോ. എവിടെ പോകണമെന്ന് വെച്ചാൽ അപ്പു പോയിട്ട് ഷൈബ ഇവിടെ ഉണ്ടായിരുന്നേ, ഇന്നലെ വന്നതാണ്. അമ്മച്ചി ഷൈബായും ഉണ്ട്. അപ്പു പോയതിൻ്റെ ചെറിയൊരു വിഷമം, ചെറുതല്ല അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വന്നതാണ്. അവിടെ ആകുമ്പോൾ ഞാനും പിള്ളേരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ചോദിച്ചപ്പോൾ വൈനയില കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈനയില ഉണ്ടാക്കാനായിട്ട്, വൈനയില ഉണ്ടാക്കാനല്ല, വൈനയില അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈനയില എടുക്കാൻ പോവാം കേട്ടോ. ഇക്കാടെ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈഹാനെ പറഞ്ഞ ശർക്കരയൊക്കെ വാങ്ങിക്കാൻ വിട്ടു കേട്ടോ. അപ്പോൾ അവനെ കോള് വിളിച്ചുകൊണ്ടിരിക്കുക. അതിങ്ങനെ കോളൊന്ന് എടുത്ത് നോക്കട്ടെ. കടയിൽ പോയത് കേട്ടോ റൈഹ. അപ്പം ഷൈബാക്ക് പുളിമുട്ടായി ഉണ്ടെങ്കിൽ വാങ്ങിക്കണേന്ന് പറഞ്ഞായിരുന്നു. അവിടെ അതില്ല. വേറെ എന്ത് വാങ്ങിക്കണമെന്ന് ചോദിക്കാൻ വിളിച്ചതാവാ. ഇപ്പോൾ നമ്മൾ നടന്ന് ഇത്താടെ വീടെത്തി. ഇവിടെ നിന്ന് നമുക്ക് വൈനയില പറിക്കണം, വീട്ടിൽ പോകണം. ഡേഡി അത് കൊള്ളാം. മിക്കവാറും അന്നൂനിവിടെ പിടിച്ച് കെട്ടിയിടും. പറഞ്ഞേണ്ടി പിടിക്കാനുള്ള മാവ പൂത്തിരിക്കുന്ന. ഓക്കെ, അപ്പം ഇനി നമുക്ക് പറിക്കാം. സ്ഥലം കണ്ടോ? വീഡിയോയിൽ കാടായിട്ട് തോന്നിയാലും ഏതാണ്ട് കാടൊക്കെ തന്നെയാണ് കേട്ടോ. കാടും തോടും ഒക്കെ ഉണ്ട്. കാരക്ക കറിയെ നോക്കി നടക്കാത്തതുകൊണ്ടാണോ അന്നമ്മേ? ഞാൻ കൊണ്ടുതരാം. ഇവിടെ നിന്ന് ഒരു തെറ്റ് പറ്റിയാ മൂക്കിടിച്ച് താഴെ കിടക്കും. ഓ മൈ ഗോഡ്, സൂക്ഷിച്ച. ഓ അല്ലാഹുവേ, എന്ത് വഴിയാണോ അപ്പം. വള്ളിയാണെന്നും പറഞ്ഞ് ചിലപ്പോൾ കയറി പിടിക്കുന്നതേ പറയാൻ പറ്റൂല. എടി, ഇവിടെ ഒരാവശ്യമില്ലാതെ ബൊഗൈൻ വില്ല പിടിച്ച് കിടക്കുന്നു. കണ്ട് ഇത് തോട് കണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തോട്ടിലെത്തി. പേടിയാവുന്നുണ്ട് കേട്ടോ എനിക്ക്. പക്ഷേ കണ്ട, ഇത്രയും വഴിയാണ് ഞാൻ ഇറങ്ങി വന്നത്. അന്നമ്മതോ മുകളിൽ നിൽക്കുന്നു. മുമ്പൊക്കെ ഇക്കാടോടെ നോക്കി ഇഷ്ടംപോലെ ബൊഗൈൻവില്ല പിടിച്ച് കിടക്കുക. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്. തിരിച്ചു വരുമ്പോൾ അന്നമ്മയ്ക്ക് നമുക്ക് കുറച്ച് പൂ എടുത്തുകൊണ്ട് പോവാം. എന്തിനാണ് അത് ഇവിടെ ഇങ്ങനെ പൊടിച്ച് കിടക്കുന്നത്? അല്ലാഹുവേ, പേടിയാവുന്നു. വയനയിലയുടെ മരം നിൽക്കുന്നു. പക്ഷെ അതിൻ്റെ മണ്ടേ കയറണമല്ലോ പടച്ചോനെ പറിക്കാൻ. എങ്ങനെ പറിക്കും? ഞാൻ തോട് കാണിച്ചു തരാവേ. കണ്ട, വിശാലമായ തോട്. കണ്ട, ഇതാണ് തോട്. ഒരു വലിയ പുളിമരം. ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ വയനയില. ഓ മൈ ഗോഡ്, ഇതാണ്. പേടിയാവാതില്ല. അയ്യോ, കിട്ടി. ഇതാട്ടോ, നോക്കിയേ, ഒരു പുളിമരം ചാഞ്ഞ് കിടക്കുന്നു. എന്തോ ഒന്ന് ഇങ്ങനെ പേടിച്ചു. ഇതാണ് വയനയില. കുട്ടിമരം കേട്ടോ. അവിടെ ഭയങ്കര വലിയൊരു മരം ഉണ്ടായിരുന്നു, മുറിച്ചു. അപ്പം ഇനി കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് വേഗം പറിച്ചിട്ട് കയറി പോവാം. ഒരുപാട് നേരം നിന്ന് പണി മേടിക്കണ്ട. ചെറിയ ഇല കേട്ടോ അവിടെ നിൽക്കുന്ന, കുറച്ച് ചെറിയ ഇല. ചിലപ്പോൾ തോന്നും കൊണ്ടുപോയി വീട്ടിൽ നട്ട് പിടിപ്പിക്കാമെന്ന്. പക്ഷെ മരമാവും ഇത്.
അതുകൊണ്ട് വേണ്ട, ആവശ്യം വരെ നമുക്ക് ഇവിടെ ഒന്ന് കിട്ടാം. കിട്ടി, ഇത് മതി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്ന ക്ലാസ്സാണ് എൻ്റെ മോൾ. ഇറങ്ങി, ഇനി തിരിച്ച് കയറിപ്പോവാം. തിരിച്ച് കയറാം. കുഞ്ഞിലടി, കൂടുതലും കുഞ്ഞു കുഞ്ഞു ഇലകൾ. അമ്മേ, ഇത്തയുടെ ഇവിടെ അത്തേക്ക് റോഡ് ഇതാണ് കേട്ടോ. അപ്പം പിള്ളേഴ്സൊക്കെ രാത്രി റിസ്ക്കാണ് ഇവിടെ വരുന്നത്. റോഡ് കാണുമ്പോൾ തോന്നാറുണ്ട് ഭയങ്കര കാടാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കാടുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഉണക്ക കരിയിലകൾ ഒരുത്തിയെ കാണിച്ചു തരട്ടെ. വില്ലയൊക്കെ പറിച്ച് കാടും മൂടും കംപ്ലീറ്റ് പറിച്ചിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുവച്ച് നശിപ്പിക്കും. ആ പൂ നോക്കി എന്ത് ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണക്കത്തെ പല കളർ വീട്ടിൽ നടണമെന്ന്. പക്ഷേ ഉണക്കത്ത് മാത്രമല്ലേ ഫ്ലവർ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇക്ക സമ്മതിക്കൂല കേട്ടോ. അയ്യോ വെയിൽ നട തന്നമ്മേ, വേഗം നടാ. ഇതാണ് റബ്ബർ. എല്ലാ ഇലകളും കരിഞ്ഞുണങ്ങി നിന്നാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് നോക്കിയാൽ എല്ലാം പോയിട്ട് നല്ല അടിപൊളി തിക്കായിട്ട് നല്ല രസമുള്ള ഇലയാണ് വന്നു. പച്ചപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ വീട്ടിലെ റോഡ് പഴയ വീട്ടില്ലേ അതിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി കയറാൻ പാടായിരുന്നു. അപ്പോൾ ഇന്ന് താഴെ JCB വന്നപ്പോൾ ഇക്ക JCB വിളിച്ചിട്ട് അവിടെ റെഡിയാക്കുക കേട്ടോ. അപ്പോൾ അവിടെ JCB നിൽക്കുക. എങ്ങനെ കയറി പോകുമെന്തോ. ഇത് ഒരു ലെവലില്ലാതെ കിടക്കുകയായിരുന്നു മിറ്റവും റോഡുമായിട്ട്. അപ്പോൾ വണ്ടി കയറ്റാനും ഇറക്കാനും ഒക്കെ ഭയങ്കര പാട്. അങ്ങനെ അത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കറിയാൻ വയ്യ എങ്ങനെ കയറി പോകുമെന്ന്. കറക്റ്റ് നമ്മൾ കയറുന്നതിൻ്റെ അവിടെ തന്നെ വണ്ടി നിൽക്കുന്നു. കാണിച്ചു തരാവേ. പിന്നെ ഹന്നത്ത് ഫാഷൻ ടെക്കിലോട്ട് മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഏരിയയിൽ വെച്ചിട്ടാണ്. വീട്ടിൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ കാട്ടിൽ വന്നിരുന്നായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ വീട്. എൻ്റെ വീഡിയോയിലെല്ലാം നിങ്ങൾ ബാക്ക് സൈഡ് കാണുന്നത് ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബറും കണ്ടോ. അവിടെ വണ്ടി നിൽക്കുന്നത് കണ്ടോ കണ്ടോ. അവിടെ നിന്ന് എങ്ങനെ കയറുമെന്നാണ് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്. അന്ന നിന്നേ, അന്ന നിൽക്കുക. നില്ല, അവരെ അറിയത്തില്ലല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്യ്. എങ്ങനെയൊക്കെയോ എൻ്റെ സൈഡിൽ കൂടെ കയറി വന്നു കേട്ടോ. മുറ്റത്തിൻ്റെ അത്രയും ഭാഗം ഇടിച്ചിട്ടുണ്ട്. വണ്ടി കയറത്തില്ലായിരുന്നു. അപ്പോൾ അത്രയും ഭാഗം ഇടിച്ചു. എന്നിട്ട് മണ്ണൊക്കെ എടുത്ത് റോഡിൽ പോയിട്ട് റോഡ് ഒന്ന് ലെവൽ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയിട്ട് വയനയിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഈ ശർക്കര തിളയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വന്നിട്ട് ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വയനയില ഒന്ന് കോട്ടിയെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു സംഭവം ചീസ് ബാൾസ് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. കുറേ ആയി കഴിച്ചിട്ട്. ഇപ്പോൾ അമ്മച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് സംഭവം. എനിക്കിഷ്ടമാണ്. മുന്നേ വയനയില കൂട്ടുമ്പോഴത്തേക്കും എനിക്ക് കുറേ ഇറുക്കിൻ്റെ ആവശ്യമായിട്ട് വരും കേട്ടോ. വയനയിലയിൽ ഇങ്ങനെ കോട്ടിയിട്ട് കുത്തി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനൊരു ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. ട്രിക്ക് പഠിച്ചൊന്നുമല്ല, ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ തണ്ട് യൂസ് ചെയ്ത് തന്നെ ഇതിങ്ങനെ കുത്തി വെക്കാമെന്നുള്ള കാര്യം. മണ്ടിയായി എനിക്കിത് പണ്ടറിയത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെ മടക്കി ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഈസി പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ വശം കിട്ടാൻ ഞാൻ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ടു. അത് ഇങ്ങനെയൊക്കെ കുത്തി നോക്കി കേട്ടോ. അപ്പോൾ ശരിയായില്ല. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെയല്ല,
സംഭവം നമുക്ക് തിരികെ വെച്ചിട്ട് ഇതേപോലെ മടക്കി കുത്തിയെടുത്താൽ മതിയെന്ന്. അപ്പോൾ ആദ്യത്തേത് കുത്തിയപ്പോഴത്തേക്കും അകത്തോട്ടായി പോയി കേട്ടോ. കണ്ടോ, അകത്തോട്ടാണ് ഞാൻ അതിൻ്റെ തണ്ടിനെ കുത്തി ഇറക്കി വെച്ചത്. ഇതേപോലെ പിന്നെ ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് വശത്ത് ഇത് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പം ഞാനൊരു പാത്രമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതിൻ്റെ ഇടയിൽ ഈ ബാൾസ് ഇവിടെ ഇരിക്കുന്നത് ചെറിയൊരു പണിയാണ്, ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോട്ടർ നിറഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് നിർത്താൻ പോയിട്ടുണ്ട്. അമ്മച്ചി ഒക്കെ വെളിയിലേക്കാണ് കേട്ടോ, അവിടെ മണ്ണൊക്കെ എടുക്കുവാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി വെളിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് മായ വിളിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതേ അടുത്തത് നമുക്ക് ഇതേപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് കണ്ടോ, ഇപ്പോൾ അത് കറക്റ്റായിട്ട് പുറത്തോട്ട് തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ മടക്കിയ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് അകത്തായി പോയത് കേട്ടോ. കണ്ടോ, സംഭവം സെറ്റല്ലേ. അപ്പം ഞാൻ അതൊക്കെ മടക്കി തീർന്നപ്പോൾ ഉമ്മച്ചി വന്നിട്ട് മാവ് കുഴച്ച് ഉണ്ടാക്കാൻ തുടങ്ങുകയാണേ. അപ്പോൾ ഇത്രയും ആണ് കിട്ടിയിട്ടുള്ളത്. ഉമ്മച്ചി നല്ല തിന്നായിട്ടാണ് ആദ്യം ഇതേപോലെ ആക്കിയത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ തിന്നാക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ഉമ്മച്ചി എല്ലാം കട്ടിക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതേപോലെ തിന്നായിട്ട് ഒരെണ്ണം ചെയ്തോളൂ. ബാക്കിയൊക്കെ നല്ല ഫില്ലാക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണല്ലോ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം തിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഛർദ്ദിക്കും കേട്ടോ. എൻ്റെ വയറ്റിന് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവത്തില്ല. ഒരുപാട് ഫുഡുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതും എന്നാൽ എനിക്ക് കഴിക്കാൻ പറ്റാത്തതുമായിട്ടുള്ളത്. ചിലതൊക്കെ ഞാൻ ഒഴിവാക്കും, ചിലതൊക്കെ കൊതി കൊണ്ട് ഞാൻ എടുത്ത് കഴിക്കും. എന്നിട്ട് ഞാൻ പോയി കഷ്ടപ്പെട്ട് ഛർദ്ദിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി നിറച്ചെടുത്തിട്ട് നല്ല ആവിയിലങ്ങോട്ട് വേവിച്ചെടുക്കുക. എല്ലാം നിറച്ച് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ വെന്തു കിട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ജോലിക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷൈബ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു. ഇത് മാമാടെ മോനാണ് കേട്ടോ. അത് ഞാൻ എന്തുണ്ടാക്കിയാലും അടിപൊളിയാണെന്ന് പറയും കേട്ടോ. ചിലപ്പോൾ ഞാൻ കൊള്ളാത്തൊരു സാധനം ഇരുന്ന് കൊടുത്താലും അവൻ പറയും സൂപ്പറാന്ന്. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ.